ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഭഗവാൻ ഏവരുടെയും ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ശ്രീമന്നാരായണീയത്തിലെ ദശകം 38 ശ്രീകൃഷ്ണാവതാരം ഒന്ന് അവലോകനം ചെയ്യാം. ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവൻ അയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈഃ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതീ വിരുരുജേ കില വർഷവേല. വസന്തതിലകം എന്ന മനോഹരമായ വൃത്തത്തിലാണ് ഭട്ടതിരിപ്പാട് ശ്രീകൃഷ്ണാവതാര ചരിതം നമുക്ക് വർണ്ണിച്ചു തന്നിരിക്കുന്നത്. വസന്ത ഋതുവിൻ്റെ പ്രത്യേകത എന്താണ്? വസന്തം ഏവർക്കും ഇഷ്ടം തന്നെയാണ്. കാണുന്നത് തന്നെ വളരെ സന്തോഷം. വസന്തം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ചുറ്റും വസന്തം നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഭഗവാൻ ആരാണ്? ആനന്ദ സ്വരൂപൻ. തുടക്കത്തില് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് വർണ്ണിച്ചു തുടങ്ങി. ഇതാ 38ാമത്തെ ദശകത്തില് ഭഗവാനെ ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ അവതരിപ്പിച്ചു തരികയാണ്. ഇവിടെ ആനന്ദരൂപ ആനന്ദരൂപ ഭഗവൻ, അല്ലയോ ആനന്ദമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പ, ഹേ ഭഗവൻ, സമഗ്രമായ ഐശ്വര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ശ്രീയുടെയും കീർത്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഉറവിടമായി വർത്തിക്കുന്നവനെ, ആനന്ദ കട്ടയായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ, തേ അവതാരേ പ്രാപ്തേ സതി, അങ്ങയുടെ അവതാരകാലം സന്നിഹിതമായപ്പോൾ. നമുക്ക് ഏവർക്കും അറിയും, ഭഗവാന്റെ അവതാരം സജ്ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കംസവധം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഭൂമി അധർമ്മത്തിന്റെ പിടിയിൽ നിന്ന് മോചിതയാകുവാൻ കേണ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഭഗവാൻ ഇതാ ദേവകീ ദേവിയിൽ അവതരിക്കുവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഏവരും അറിഞ്ഞ് ഭഗവാനെ നന്നായിട്ട് സ്തുതിക്കുന്നത്. ഇവിടെ ഭഗവാൻ അവതരിക്കുവാൻ പോകുമ്പോ പ്രദീപ്ത ഭവദംഗ നിരീയമാണേഹി കാന്തിവ്രജേഹി ഇവ. ഭഗവാന്റെ സ്വരൂപം എന്താണ്? സ്വരാട്ടാണ് ഭഗവാൻ. സ്വയം പ്രകാശ സ്വരൂപനാണ് ഭഗവാൻ. ജ്ഞാനപ്രകാശ രൂപനാണ് ഭഗവാൻ. ഭഗവാനെ ദേവകീ ദേവി ഗർഭത്തിൽ ധരിച്ചപ്പോ ദേവകീ ദേവിയെ അടച്ചിട്ടിരിക്കുന്ന ആ അറയിൽ നിന്നും ഭഗവാന്റെ ആ ദിവ്യപ്രകാശം ആ അറയെയും കടന്ന് എല്ലായിടത്തും വ്യാപിച്ചു. അതേപോലെ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തെളിഞ്ഞു മിന്നും. അഹങ്കാരമെല്ലാം മാറി അജ്ഞാനത്തിന്റെ അന്ധകാരം നീങ്ങി അതാ ജ്ഞാനപ്രകാശം തെളിഞ്ഞു പ്രകാശിക്കണം. അങ്ങനെയുള്ള പ്രകാശ സ്വരൂപൻ സ്വരാട്ടായ ഭഗവാൻ, ഭാഗവതത്തിന്റെ സന്ദേശം തന്നെ അതാണ്, തത്വം തന്നെ അതാണ്. ഈ പ്രകാശ സ്വരൂപനിൽ നിന്നാണ് സകല ഗോളങ്ങൾക്കും പ്രകാശം സിദ്ധിച്ചിരിക്കുന്നത്, സകലതിനും പ്രകാശം സിദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുമയിൽ നിന്ന് ഉജ്ജ്വലിക്കുന്ന പ്രദീപ്ത
ഭവദംഗ നിരീയമാണേഹി. ആ ഭഗവാന്റെ ദിവ്യമേനിയിൽ നിന്ന് പുറപ്പെട്ടു എല്ലായിടത്തും വ്യാപിക്കുന്നതോ എന്ന് തോന്നുമാറുള്ള കാന്തിപടലങ്ങൾ. ആ കാന്തിപടലങ്ങൾ ഘനാഘനമണ്ഡലേഹി, ധാരാളമായുള്ള കറുത്ത മേഘങ്ങൾ. ആ മേഘങ്ങളെ ആകാശത്ത് കാണാകുന്നു, കറുത്തിരുണ്ട മേഘങ്ങള്. ആ മേഘങ്ങളിൽ നിന്ന് കാന്തി പ്രസരം അതാ പ്രസരിക്കുകയാണ് ആനന്ദമായിട്ട്, മിന്നൽ പിണരുകളായിട്ട്. അങ്ങനെയുള്ള കാന്തി പടലങ്ങളോ എന്ന് തോന്നുമാറ് ഘനാഘനമണ്ഡലേഹി ദ്യാം ആവൃണ്വതി. അങ്ങനെ ആ മഴമേഘങ്ങളെ കൊണ്ട് ആകാശം ആവരണം ചെയ്ത് വർഷവേലാവിരുചേകില. വർഷകാലം വന്നു വിളങ്ങിയല്ലോ ഭഗവാനെ. ഇത്രകാലം എന്തായിരുന്നു? ദുഃഖത്തിന്റെ കൊടുംവേനലായിരുന്നു. ആ വേനലിന് ഒരു അറുതിയാക്കിക്കൊണ്ട് ഇപ്പോ ഇതാ ഭഗവാൻ അവതരിക്കുകയാണ് എന്ന് എല്ലായിടത്തും ആ ഒരു സന്ദേശം പരത്തുമാറ് വർഷകാല മേഘങ്ങൾ ആകാശത്ത് തിങ്ങി നിറഞ്ഞു. ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗദാം ത്വമിഹാവിരാസി. പയോദതോയൈഃ, നല്ല മഴ പെയ്യുവാൻ തുടങ്ങുകയാണ്. ആ വെള്ളം കൊണ്ട് പയോദങ്ങളിൽ നിന്ന് മഴമേഘങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് മഴ പെയ്തു തുടങ്ങി. ആ മഴ കൊണ്ട് ആശാസു ശീതളതരാസു, ദിക്കുകളെല്ലാം അങ്ങനെ കുളിർമ ആർജിച്ചു. ദിക്കുകളില് നല്ല തണുപ്പി വ്യാപിച്ചിരിക്കുന്നു, സമാധാനം ഉണ്ടായിരിക്കുന്നു. സജ്ജനേഷു, സജ്ജനങ്ങള് ആശാസിതാപ്തി വിവശേഷു ച, ആശിച്ചത് കൈവന്നത് കൊണ്ടുള്ള സന്തോഷം കൊണ്ട് പരവശരായി തീർന്നു. വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഇതാ ഇപ്പോ ഞങ്ങൾക്ക് ശാന്തി ലഭിക്കുവാൻ പോരുകയാണ്, ഞങ്ങൾക്ക് ആഗ്രഹിച്ചത് കൈവരികയാണ്, ഭഗവാന്റെ തിരുവവതാരം ഉണ്ടാകുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സജ്ജനങ്ങള് അതാ പരവശരായിരിക്കുന്നു. വല്ലാത്തൊരു സന്തോഷം കൊണ്ടുള്ള പരവശത അവർക്കുണ്ടായിരിക്കുന്നു. അങ്ങനെയിരിക്കെ മധ്യമായാം നിശി, അർദ്ധരാത്രിയില് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് എന്ന്, അർദ്ധരാത്രിയില് ആ ചന്ദ്രോദയത്തില് നൈഷാകരോദയവിധൗ, ചന്ദ്രൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത്, പൂർണമായ ആ ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ എന്തൊരു നിലാവായിരിക്കും സങ്കല്പിച്ചാല്. വസന്തം വന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നല്ല മഴ കൂടി പെയ്തിട്ട് ആ പൂർണ്ണചന്ദ്രൻ ആകാശത്ത് പ്രകാശിച്ചാലോ. വർഷവേല എന്നാണ് വർണ്ണിച്ചത്. വർഷമേഘങ്ങൾ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ മറയേണ്ടതാണ്. പക്ഷെ ആരാ ഇവിടെ വന്ന് അവതരിക്കുന്നത്? ഭഗവാൻ. ആ ഭഗവാനെ കാണുവാൻ എനിക്കും അവകാശമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ആ അവതാര മുഹൂർത്തമടുത്തപ്പോൾ ചന്ദ്രൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുകയാണ് എന്ന് അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ത്രിജഗതാം ക്ലേശാപകഃ, ത്രിലോകങ്ങളുടെയും എല്ലാ ക്ലേശങ്ങളെയും അപഹരിച്ച് നശിപ്പിക്കുവാൻ പര്യാപ്തനായിരിക്കുന്ന ത്വം, അല്ലയോ ഭഗവാനെ, അങ്ങ് ഇഹ ആവിരാസീഹി, ഇവിടെ അവതരിച്ചു, ഈ രാത്രിയില് അവതരിച്ചു. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിഃ ഉദ്യത്കിരീടകടകാംഗദഹാരഭാസാ ശംഖാരി വാരിജ ഗദാപരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതികേഃ. ഭഗവാൻ അവിടെ അവതരിച്ചു, അവിടെ ആവിർഭവിച്ചു. അജനായ ഭഗവാൻ, ജനന മരണാദി ദുഃഖങ്ങളൊന്നും ഇല്ലാത്തതായ ഭഗവാൻ എല്ലാവരുടെയും ആ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട്
ഭൂമിദേവിയെ രക്ഷിക്കണം, സജ്ജനങ്ങളെ രക്ഷിക്കണം എന്ന് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരുടെയും സന്തോഷത്തിനായിക്കൊണ്ട് ഒരു ദിവ്യ ശരീരമെടുത്ത് ആ കംസന്റെ കാരാഗൃഹത്തില് ദേവകീദേവിയുടെ അരികില് ഇതാ തെളിഞ്ഞു പ്രകാശിച്ചു. ബാല്യസ്പൃശ അഭി, ബാലഭാവത്തിലാണ് എങ്കിലും വിഭൂതീഹി ദധുഷ, ഐശ്വര്യങ്ങളെ നന്നായിട്ട് ആവഹിച്ചിരിക്കുന്നതും ഉദ്യത് കിരീട കടക അങ്കദ ഹാരഭാസ, നല്ല പ്രകാശമാനമായിരിക്കുന്ന കിരീട കടക അങ്കദ ഹാരങ്ങളുടെ കാന്തി കലർന്നിരിക്കുന്നതും ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന, ശംഖ ചക്ര പത്മ ഗദകളാൽ 4 ഭാഗത്തും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതും ആയിരിക്കുന്ന ആ ഒരു ദിവ്യ അവസരത്തില് മേഘാസിതേന വപുഷ, മേഘം പോലെ അസിതം നല്ല കൃഷ്ണവർണ്ണമായിരിക്കുന്ന വപുസിനാൽ, ശ്യാമള കോമളമായിരിക്കുന്ന വപുസിനാൽ മൂർത്തിയാൽ ത്വം സൂതിഗേഹേ പരിലേസിത, ഹേ ഭഗവൻ അങ്ങ് സൂര്യഗ്രഹത്തില് നന്നായിട്ട് പരിലസിച്ചു. എല്ലാ ദിവ്യ വിഭൂതികളോടും കൂടിയാണ് ഭഗവാനെ ഇവിടെ വർണ്ണിക്കുന്നത്. ചതുർഭുജ സ്വരൂപനായിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. സജ്ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഭഗവാന്റെ ശ്രീമദ് ഭാഗവതം വർണ്ണിക്കും. അഥ സർവഗുണോപേത കാലപരമശോഭന, എല്ലാ ഗുണഗണങ്ങളും ഇവിടെ പ്രപഞ്ചത്തിലാകെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. കാലം പരമശോഭനമായിരിക്കുന്നു. ചിങ്ങമാസമാണ്, കറുത്ത പക്ഷമാണ്, അഷ്ടമി രോഹിണി തിഥിയാണ്. ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രം രോഹിണി. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ശാന്തമായി പ്രകാശിക്കുന്നു. ദിക്കുകളും വിദിക്കുകളും തെളിഞ്ഞു നിൽക്കുന്നു. ആകാശത്തില് നിർമ്മലമായിരിക്കുന്നു. വർഷമേഘങ്ങളാണെങ്കിൽ കൂടിയും നല്ല പ്രകാശമുണ്ട്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. നദികള് നിർമ്മലമായ ജലപ്രവാഹത്തോടു കൂടിയായിരിക്കുന്നു. ഇത്ര കാലവും എങ്ങനെയായിരുന്നു? കലങ്ങി മറഞ്ഞ മനസ്സോടുകൂടിയായിരുന്നു. ഇപ്പോൾ ചിത്തം തെളിഞ്ഞിരിക്കുന്നു. തടാകങ്ങളില് താമരപ്പൂക്കൾ നിറഞ്ഞു വിരിയുന്നു. രാത്രികാലങ്ങളില് താമര വിരിയുക പതിവുണ്ടോ? ഇല്ല. പക്ഷേ നമ പങ്കജനാഭായ, ഭഗവാനെ വർണ്ണിക്കുമ്പോ ഭഗവാന്റെ തൃപാദപത്മങ്ങളെ, ഭഗവാന്റെ തിരുമുഖത്തെ, ഭഗവാന്റെ ആ മനോഹരമായ കൈത്താരുകളെ ഒക്കെ താമരപ്പൂവിനോടാണ് ഉപമിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് ഈ അർദ്ധരാത്രിയിൽ വിരിയാതിരിക്കുക? ഇങ്ങനെ മനോഹരമായിട്ട് താമരപ്പൂക്കളും ആ തടാകങ്ങളില് അങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഭഗവാൻ ചതുർഭുജനായിട്ട് ഈ വർണ്ണിച്ചതുപോലെ എല്ലാ വിഭൂതികളോടും കൂടി ഇതാ ദേവകീദേവിയുടെ അരികില് ആവിർഭവിച്ചിരിക്കുന്നത്. നോക്കിക്കാണുകയാണ്. ഹേ ഭഗവാനെ ഒന്ന് നോക്കിക്കാണുകയാണ്. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകം സകൃതാമലക്ഷ്മീ ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. ഹേ വാസുദേവ, അല്ലയോ വസുദേവപുത്രനായി അവതരിച്ചിരിക്കുന്ന ഭഗവാനെ. വാസുദേവർക്ക് തന്നെ മഹാഭാഗ്യം കൊണ്ട് ഭഗവാന്റെ പിതാവാകാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നു വസുദേവർക്ക്. വസുദേവരുടെ ജനന സമയത്ത് ആനക ദുന്ദുഭി വാദ്യഘോഷങ്ങൾ മുഴങ്ങിയിരുന്നു അത്രേ. ഈ ആളെ കൊണ്ട് ഒരു മംഗളകാര്യം ഈ ലോകത്ത് സംഭവിക്കും. അത് ഇന്ന് അന്വർത്ഥമായിരിക്കുന്നു. ഹേ വാസുദേവ, അല്ലയോ വസുദേവപുത്രനായിരിക്കുന്ന ഭഗവൻ, ശുദ്ധ സത്വപ്രകാശമൂർത്തിയായിരിക്കുന്ന ഭഗവൻ, ത്വം അങ്ങ്, വക്ഷസ്ഥലീ ആ മാറിടത്തില്, സുഖനിലീന വിലാസി സുഖമാകുന്ന രീതിയില് മറഞ്ഞിരിക്കുന്ന വിലാസിനിയായ കെളി തൽപരയായിരിക്കുന്ന
ലക്ഷ്മി ലക്ഷ്മി ഭഗവതിയുടെ മന്ദാക്ഷലക്ഷിത കടാക്ഷം, ലജാപുരസരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കടാക്ഷ വിമോക്ഷ ഭേദൈഹി, അനേകം ഭാവം എന്തെന്ന് മറ്റുള്ളവർക്ക് അറിയുവാൻ സാധിക്കാത്തതായിരിക്കുന്ന വിചിത്രമായിരിക്കുന്ന കടാക്ഷ ദർശനങ്ങളാൽ. അപ്പോ ലക്ഷ്മി ഭഗവതി ഒളിഞ്ഞിരിക്കുകയാണ് ഭഗവാന്റെ മാറിടത്തില്. ഭഗവാനെ പിരിഞ്ഞിട്ട് ലക്ഷ്മി ഭഗവതിക്ക് എവിടെയും വസിക്കുവാൻ ഇഷ്ടമല്ല. ഭഗവാനെ വന്ദിക്കുന്ന എല്ലാ ഭക്തന്മാരെയും ഭഗവാന്റെ മാറിടത്തിലിരുന്ന് ലക്ഷ്മി ഭഗവതി അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ മാറിടത്തിൽ ഭഗവതി അധിവസിച്ചിട്ട് തൻ്റെ മന്ദഹാസ മധുരം കൊണ്ട് ചുറ്റും ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തന്മന്ദിരസ്യ, ആ മന്ദിരത്തിന്, അതായത് ദേവകി വസുദേവന്മാര് പാർക്കുന്ന ആ ഭവനത്തിന്, ഖലകംസകൃതാം അലക്ഷ്മീം, ദുഷ്ടനായ കംസനാൽ ഉണ്ടാക്കപ്പെട്ട അലക്ഷ്മിയെ, അശ്രീകരത്തെ, ഉന്മാർജയൻ ഇവ വിരേജിത, മാർജനം ചെയ്യുന്നത് പോലെ വിരാജിച്ചു. എന്തൊക്കെ ദുഷ്കൃതികളാണ് കംസൻ ചെയ്തിരിക്കുന്നത്. ആ കംസന്റെ ചെയ്തികൾ കൊണ്ട് അശ്രീകരം ബാധിച്ചിരിക്കുകയാണ് ആ കംസന്റെ കൊട്ടാരത്തില്. അപ്പോ അവരുടെ അരികിലേക്ക് ഭഗവാന്റെ അരികിൽ ഭഗവതി വർത്തിക്കുമ്പോ എല്ലാ അലക്ഷ്മിയെയും തുടച്ചു മാറ്റിക്കൊണ്ട് ലക്ഷ്മി ഭഗവതി വിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താ അതിന്റെ അർത്ഥം? നാം ഓരോരുത്തരും നമ്മുടെ കർമ്മം സൽക്കർമ്മമാക്കി മാറ്റണം. ദുഷ്കർമ്മം ചെയ്തു പോയാൽ എന്താണ് അവിടെ നിറയുക? അശ്രീകരമായിരിക്കും. സൽക്കർമ്മം കൊണ്ടാണ് ഒരു ഭവനം നല്ല പ്രകാശ സ്വരൂപം, ശുദ്ധ സത്വസ്വരൂപമായി തീരുന്നത്, ഐശ്വര്യമുണ്ടായി വരുന്നത്. സൽക്കർമ്മം ചെയ്യുന്നിടത്ത് ഭഗവതി നന്നായി വിളങ്ങി നിൽക്കും എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. ശൗരീസ്തു ധീരമുനിമണ്ഡല ചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിചേക്ഷണാഭ്യാം ആനന്ദബാഷ്പ പുളകോദ്ഗമഗദ്ഗദാർദ്രഃ തുഷ്ടാവദൃഷ്ടിമകരന്തരസം ഭവന്തം. അങ്ങനെ ഭഗവാനെ ഈ പുത്രനായിട്ട് ലഭിച്ച് ദേവകി വസുദേവന്മാരുടെ ഇത്രയും വർഷത്തെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു? നവോടെയായിട്ട്, നവവധുവും നവവരനുമായിട്ട് രഥത്തിൽ ഇങ്ങനെ ആനയിച്ചു പോകുമ്പോഴാണ് ഒരു അശരീരി കേട്ടത്. അല്ലേ, ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ ഹനിക്കും. കേട്ട മാത്രയില് മുടിക്കുതിന് പിടിച്ച് വാളൂരി വെട്ടാനോങ്ങിയതാ. വസുദേവരുടെ ആ പ്രാർത്ഥന സാമ ദാന ഭേദങ്ങളെ കൊണ്ട് പലതും പറഞ്ഞു, ഒന്നിലും വഴങ്ങിയില്ല. ഒടുവിൽ പറഞ്ഞു, പുത്രന്മാര് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങയ്ക്ക് സമർപ്പിക്കാം. അന്നു മുതല് കാരാഗൃഹത്തിലാണ്. ഇപ്പോ ഇതാ ആ 8ാമത്തെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, കാണുകയാണ്. വസുദേവരുടെ സ്തുതിയാണ് കേട്ടോ. ശൗരിഹീതു, ശൗരിയാകട്ടെ വസുദേവര് ധീരമുനിമണ്ഡല ചേതസഹ അപി, ധീരന്മാരായ, ആരാണ് ധീരന്മാര്? ജിതേന്ദ്രിയന്മാര്. ധിയം വിഷയേഭ്യഃ രാധീതി ധീരഃ, വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ കൊണ്ടുവന്ന് ആ ശരിക്കും ഭഗവാനിലേക്ക് വയ്ക്കുവാൻ സാധിക്കുന്നവരാണ് ധീരന്മാര്. അല്ലാത്തവരുടെ ബുദ്ധിയൊക്കെ ഇങ്ങനെ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ വിഷയങ്ങളോ നശ്വരങ്ങളാണ്, നശിക്കുന്നതാണ്, അതറിയുന്നതേ ഇല്ല. അനശ്വരനായ സത്തായിരിക്കുന്ന ഭഗവാനെ നേടുമ്പോഴാണ് ശാശ്വതമായ ആനന്ദം നേടുവാൻ സാധിക്കുന്നത് എന്നറിയുന്നവരത്രേ ധീരന്മാര്. അങ്ങനെയുള്ള ധീര മുനിമണ്ഡല ചേതസഹ, മുനിമണ്ഡലങ്ങളുടെ, മുനി സമൂഹത്തിന്റെ ചേതസ്സിനു പോലും, ചേതസഹ അഭി, ചേതസ്സിനു പോലും, അതായത് വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ കൊണ്ടുവന്ന് ഭഗവാങ്കൽ തന്നെ വയ്ക്കുന്ന മഹർഷിവര്യന്മാരുടെ ആ മനസ്സിന് പോലും ദൂരസ്ഥിതം, ലക്ഷ്യപ്പെടാതിരിക്കുന്നത്, കാണുവാൻ ദൂരെയായിരിക്കുന്നത് ആയിരിക്കുന്ന വപുഹു, ഭഗവാന്റെ ദിവ്യമൂർത്തി, നിജേക്ഷണാഭ്യാം ഉദീക്ഷ്യ, ആ ദിവ്യ വിഗ്രഹത്തെ തൻ്റെ ആ 2 കണ്ണുകൊണ്ടും തൻ്റെ അരികിൽ
തൻ്റെ ആ ധർമ്മപത്നിയുടെ അരികിൽ കാണുമ്പോഴുള്ള ആ ആനന്ദം എന്തായിരിക്കും? അത്ഭുതപരവശനായിരിക്കുന്നു. ആനന്ദ ബാഷ്പപുളകോദ്ഗമഗദ്ഗദാർദ്രഃ. ആനന്ദ കണ്ണുനീര് വന്ന് നിറഞ്ഞു വസുദേവരുടെ കണ്ണുകളില്. രോമാഞ്ചം ശരീരത്തിലുണ്ടായി. ശരീരം പുളകിതമായി. ഗദ്ഗദം വന്ന് കണ്ഠത്തിൽ അങ്ങനെ കുരുങ്ങുകയായി. ആർദ്രമായിരിക്കുന്നു മനസ്സ്, പരവശനായിരിക്കുന്നു. ഭഗവാനെ ഇങ്ങനെ ഒരു അശരീരി കേട്ടു. പക്ഷെ ഈ ജന്മത്ത് ഇപ്പോ എൻ്റെ ഈ ജന്മം ധന്യമായിരിക്കുന്നു, ഇത് സത്യമായിരിക്കുന്നു. ദൃഷ്ടി മകരന്തരസം ഭവന്തം തുഷ്ടാവ. തൻ്റെ ദൃഷ്ടികൾക്ക്, തൻ്റെ നേത്രങ്ങൾക്ക് മകരന്തരസമായിരിക്കുന്ന, തേൻകുഴമ്പായിരിക്കുന്ന ഭവന്തം, അല്ലയോ ഭഗവാനെ, അങ്ങയെ സ്തുതിച്ചു. മനോഹരമായൊരു നീലത്താമര പോലെ ഭഗവാന്റെ മുഖം നല്ല അനുപമിതമാണ് കേട്ടോ. എങ്കിലും എന്തിനോടെങ്കിലും ഉപമിച്ചറിയണ്ടേ മുഖം? അതില് തേന്നുകരാൻ വന്നിരിക്കുന്ന ഭ്രമരങ്ങൾ പോലെ ആ നേത്രങ്ങൾ. ആ നേത്രങ്ങൾ കൊണ്ട് ഭഗവാന്റെ മനോഹരമായ ആ ശരീരത്തെ നോക്കി ഇതാ സ്തുതിക്കുകയാണ്. ദേവ പ്രസീദ പരപൂരുഷ താപവല്ലി നർലോനിദാത്ര സമനേത്രകലാവിലാസിൻ ഖേദാനപാകുരു കൃപാഗുരുവിക്കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുതോഭൂ. സേവര് സ്തുതിക്കുകയാണ്. ഭഗവാനെ നോക്കി ആനന്ദ കണ്ണുനീരണിഞ്ഞു. ശരീരം രോമാഞ്ചമായി. എന്തെങ്കിലും ഒന്ന് പറയുവാൻ സാധിക്കുന്നില്ല. എങ്കിലും ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു. ചതുർഭുജനാണ്, ശ്യാമള കോമള കളേബരനാണ്, ശംഖ ചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്നു. ഭഗവാനെ തിരിച്ചറിഞ്ഞു. എവിടെയും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു തൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു. അതാ ഹേ പരപുരുഷ, പരപൂരുഷ, ഹേ പരമാത്മസ്വരൂപനായ ഭഗവാനെ, പുരുഷോത്തമ, അതായത് പരപൂരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരിശേത്, എല്ലാ പുരങ്ങളിലും വസിക്കുന്നവൻ, പ്രകൃതി ബന്ധമില്ലാതെ സത്താമാത്ര സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ. താപവല്ലി നിർലൂനി ദാത്ര. താപവല്ലി, ദുഃഖവള്ളി, നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖം, താപത്രയങ്ങൾ, ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം, 3 രീതിയിലാണ് ദുഃഖങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള ദുഃഖങ്ങളുടെ വള്ളിയെ നിർലൂനി ദാത്ര സമ, അറുക്കുന്ന വാളിന് തുല്യമായ നേത്ര കലാവിലാസിൻ, ആ എല്ലാ പേർക്കും നേത്രമായിരിക്കുന്നവൻ, എല്ലാ പേരുടെയും നായകനായിരിക്കുന്നവൻ, സമനേത്ര കലാവിലാസിൻ, കലകൾ കൊണ്ട് വിലസുന്നവനെ. ഭഗവാന്റെ അംശാവതാര കലകൾ കൊണ്ട് ഭഗവാൻ സജ്ജനങ്ങളെ രക്ഷിക്കുവാനായി വിലസുന്നു. ചതുഷ്ഷഷ്ടി കലകൾ കൊണ്ട് ലോകരക്ഷയ്ക്കായി കേളികളാടുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ നോട്ടം ഒന്ന് വന്ന് ഭക്തനിൽ പതിച്ചാൽ എന്താ ഭക്തന്? അങ്ങനെ ആ നോട്ടം നേത്രത്തിൽ അങ്ങനെയാണ്. ഭഗവാൻ ഒന്ന് നോക്കിയാൽ, ആ തൃക്കണ്ണിന്റെ ഒരു അറ്റം കൊണ്ടൊന്ന് നോക്കിയാൽ എല്ലാ ദുഃഖങ്ങളും തീർന്നു പോകും. അങ്ങനെയുള്ള ഭഗവാനെ, ഹേ ദേവ, സ്വയം പ്രകാശമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ, ദിവ്യതി ഇതി ദേവഃ എന്നാണ്. എല്ലാറ്റിലും പ്രകാശിച്ച് എല്ലാറ്റിനും പ്രകാശമരുളുന്നവനായ ഭഗവാൻ. പ്രകാശസ്വരൂപ പ്രസീദ, അങ്ങ് പ്രസാദിക്കേണമേ. കൃപാഗുരുഭിഹി കടാക്ഷൈഹി, എങ്ങനെ അങ്ങ് പ്രസാദിക്കണം? അങ്ങയുടെ കരുണയാൽ സമ്പൂർണമായിട്ടിരിക്കുന്ന ആ കടാക്ഷം കൊണ്ട്. കാരുണ്യവാനല്ലേ അങ്ങ്, കാരുണ്യത്തിടമ്പല്ലേ അങ്ങ്. അങ്ങയുടെ കാരുണ്യം ഈ നോട്ടത്തിൽ ഒന്ന് നിറച്ചു വെക്കണമേ. അങ്ങനെയുള്ള കടാക്ഷങ്ങൾ കൊണ്ട് ഖേദാൻ അപാകുരു, ഖേദങ്ങളെ, അതായത് സങ്കടങ്ങളെ
നിർമാർജനം ചെയ്യണമേ, ഇല്ലായ്മ ചെയ്യണമേ. ഇത്യാദി മുദിതേന തേന, ഇങ്ങനെയുള്ള വിധത്തിലെല്ലാം തന്നെ സന്തുഷ്ടനായിരിക്കുന്ന അദ്ദേഹത്താൽ, വസുദേവരാൽ ഭഗവാൻ ചിരം നുദഹ അഹോഹോ, വളരെ നേരം നന്നായിട്ട് സ്തുതിക്കപ്പെട്ടു. ഭഗവാനെ വസുദേവര് നന്നായിട്ട് സ്തുതിക്കുമ്പോ ആ ദേവകീ ദേവിയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. മാത്രാജനേത്ര സലിലാസ്ത്രിത ഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ടുത ഗുണകരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിതമാനുഷ ബാലവേഷം. അമ്മയും നോക്കുമ്പോ, കണ്ണു തുറന്നു നോക്കുമ്പോ ഇതാ ആ വസുദേവര് ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ച് രോമാഞ്ചകഞ്ചികിതനായിട്ട് ആനന്ദ കണ്ണുനീര് പൊഴിച്ച് നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ആ വസുദേവ സ്തുതിയൊക്കെ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഇതാ തനിക്ക് പുത്രനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയും അതേപോലെ സ്തുതിക്കുകയാണ് ദേവകീ ദേവി. നേത്ര സലിലാസ്ത്രിത ഗാത്ര വല്യ മാത്രാച, നേത്ര സലിലം, ആനന്ദ കണ്ണുനീര് കണ്ണുകളിലൂടെ ധാരധാരയായി ഒഴുകുകയാണ്. ഉണ്ണിയുടെ ഈ തിരുവവതാരത്തിനായിക്കൊണ്ട് അമ്മ എത്ര കാലമായിട്ട് കാത്തിരിക്കുന്നു. വരുമെന്നമ്മയ്ക്കറിയാമായിരുന്നിതേ, എന്നെങ്കിലും ഉണ്ണി വരും, അത് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കപ്പെട്ട ഗാത്രവല്ലി, സുന്ദരമായ ഗാത്രത്തോടു കൂടിയ മാത്ര, മാതാവിനാൽ ദേവകീ ദേവിയാലും സ്തോത്രൈഹി അപുഷ്ടുത ഗുണഃ കരുണാലേഹ ത്വം, മനോഹരമായ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ഉൾക്കണ്ണിലെങ്കിലും കാണുവാൻ സാധിച്ചാൽ, ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചാൽ ശരിക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വാക്കുകൾ ഉണ്ടായി വരും. ധ്രുവകുമാരന്റെ ഒക്കെ കഥ നമുക്കറിയാം. ഗദ്ഗദം കൊണ്ട് കുഞ്ഞിന് മുട്ടി നിന്നു. അപ്പോഴാണ് ശംഖു കൊണ്ട് കവിൾത്തടത്തിൽ ഒന്ന് സ്പർശിച്ചത്. ആ സമയത്ത് അറിയോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം, അങ്ങനെ കുഞ്ഞിൽ നിന്ന് ആ മനോഹരമായ ആ സ്തുതി പുറപ്പെടുകയായി. അതേപോലെ ദുഃഖിതയായ അമ്മ സ്തോത്രൈഹി, സ്തോത്രങ്ങൾ കൊണ്ട് അഭിഷ്ടുതങ്ങളായ കീർത്തനം ചെയ്യപ്പെട്ട ഗുണങ്ങളോട് കൂടിയവനെ കരുണാലയ, കാരുണ്യത്തിടമ്പേ അങ്ങ് താഭ്യാം, അവർക്കായിക്കൊണ്ട്. അമ്മയ്ക്ക് സംശയമായി, ഉണ്ണി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭാഗ്യം അമ്മയ്ക്ക് സിദ്ധിച്ചത്, ഇതെങ്ങനെ സാധിച്ചു? കംസനിൽ നിന്ന് അമ്മ ഭയപ്പെടുന്നു. അതാണ്. അപ്പോ രാമായണത്തിലെ സ്തുതി നമുക്കറിയുമല്ലേ. നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു, അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. ഉണ്ണി, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉണ്ണിയുടെ തിരുവുദരത്തിലാണല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ ഇതാ എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നു? അതാണ് പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ, പ്രാചീനമായ, അതായത് ഇതിനു മുമ്പ്, ഈ ജന്മത്തിനു മുമ്പ് അവരനുഭവിച്ചതായ 2 ജന്മത്തെ, പ്രശ്നി സുതപസ്, പ്രശ്നിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ ആ ദമ്പതികൾക്ക് ആദ്യം അവതരിച്ചു. രണ്ടാമത് അതിഥി കശ്യപൻ. അപ്പോ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചു. ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രതിബോധ്യ, നന്നായി അറിയിച്ചു. അമ്മേ, സ്വയംഭുവ മന്വന്തരത്തില് സുതപസ് പ്രശ്നി ബ്രഹ്മദത്തമായ മഹാവിഷ്ണു വിഗ്രഹം വെച്ച് നിങ്ങള് 12,000 ദിവ്യ സംവത്സരങ്ങൾ എന്നെ പൂജിച്ചിരിക്കുന്നു. അതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ അമ്മയിൽ അവതരിച്ചു, പിന്നീടും അവതരിച്ചു. ഞാൻ മുമ്പിൽ വന്നപ്പോ എന്താ ചോദിച്ചു എന്ന് ഓർമ്മയുണ്ടോ? ഭഗവാൻ തന്നെ പുത്രനായി വരണം എന്ന് 3 പ്രാവശ്യം ചോദിച്ചു അത്രേ. അപ്പോൾ ഈ 3 പ്രാവശ്യവും ഭഗവാൻ
പുത്രനായി വരണ്ടേ, ഭഗവാനെ പോലെയുള്ള ഒരാൾ വരണ്ടേ, തെരഞ്ഞു നടന്നിട്ടും കാണാത്തത് കൊണ്ട് ഞാൻ തന്നെ വന്നു അമ്മേ, ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ജന്മമാണ്. അപ്പോഴാണ് ഇതൊക്കെയാണെങ്കിലും ദേവേശ കേവലം അലൗകികമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ കംസാദഹമധീരധീഹി, കംസനിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്നു ഉണ്ണി. ആറുണ്ണികളെ ഉണ്ണി കണ്ടില്ലല്ലോ, അമ്മയല്ലേ അനുഭവിച്ചത്. അങ്ങനെ പറയാണ്, ഓർത്തു പറയാണ്, എനിക്ക് കംസനെ പേടിയാകുന്നു എന്ന് പറഞ്ഞപ്പോ ശരി മാതുഹൂഗിര, അമ്മയുടെ അമ്മയുടെ അപേക്ഷ അനുസരിച്ച് മാനുഷ ബാലവേഷം ദധിത, മനുഷ്യബാലനായുള്ള വേഷത്തെ ധരിച്ചു. ഈ ദിവ്യമായ മൂർത്തി, ഈ നിത്യ കല്യാണ സ്വരൂപനായ മൂർത്തി അജ്ഞാനികളുടെ മാംസചക്ഷുസ് കൊണ്ട് കാണാനിടവരുതേ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചത്. അപ്പോ അങ്ങനെയുള്ള ആ ദേവകീ സ്തുതി വളരെ മനോഹരമായിട്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ അതാ ഒരു മനുഷ്യ ശിശുവിന്റെ രൂപം സ്വീകരിച്ചു. ഭഗവാന്റെ പ്രേരണയാണ് അടുത്ത ശ്ലോകത്തില്. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാതേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനുഃ ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാര്യൈഃ അംഭോരുഹസ്തകളഹംസ കിശോരരമ്യം. തദനു അനന്തരം ത്വത്പ്രേരിത, ഭഗവാനാൽ പ്രേരണ ചെയ്യപ്പെട്ടവനായിട്ട്. അമ്മയ്ക്കും അച്ഛനും പേടിയുണ്ട് കംസനെ, എനിക്ക് പേടിയില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, എന്നെ അങ്ങ് അമ്പാടിയില് അവിടെ കൊണ്ട് കിടത്തിക്കോളൂ. അതാണ് സഹ ശൂരസൂനുഹൂഹി. ആ വസുദേവരാകട്ടെ നന്ദതനൂജയാ തേ വ്യത്യാസം ആരചയിതും, നന്ദന്റെ പുത്രിയുമായി അങ്ങയ്ക്ക് വ്യത്യാസമുണ്ടാക്കുന്നതിനായി, അതായത് മാറ്റമുണ്ടാക്കുന്നതിനായിക്കൊണ്ട് ആര്യൈഹി ചിത്തവിധാര്യം ത്വാം, ആര്യന്മാരാൽ അതായത് പൂജ്യന്മാരായിരിക്കുന്ന മഹർഷി വൃന്ദങ്ങളാൽ ചിത്തത്തിൽ ധരിക്കേണ്ടവനായ അങ്ങയെ, അവർക്ക് പോലും ഒരുപക്ഷെ ചിത്തത്തിൽ മാത്രമേ ഭഗവാനെ ധരിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഭഗവാനെ ഒരു മൂർത്തിയായിട്ടെടുത്ത് തങ്ങളുടെ മാറോട് ചേർത്ത് കൈകളിൽ വയ്ക്കുവാനുള്ള ആ ഒരു ഭാഗ്യം വസുദേവർക്ക് തന്നെയല്ലേ ഉണ്ടായത്. അതാണ് അങ്ങനെയുള്ള ആ ഭഗവാനെ ഹസ്തയോഹോ അധൃത, തൻ്റെ രണ്ട് കൈകളിലേക്കും വാരിയെടുത്തു. ദേവകിയുടെ അടുത്തു നിന്ന് ഭഗവാനെ അതാ വാരിയെടുത്തു. എങ്ങനെ വാരിയെടുത്തു ഗുരുവായൂരപ്പ? അംഭോരുഹസ്തകളഹംസ കിശോരരമ്യം. ഞാനതൊന്ന് പറഞ്ഞു തരട്ടെ ഭഗവാനെ. അംഭോരുഹത്തിൽ, അതായത് ആ പത്മത്തിന്റെ മധ്യയിൽ നല്ല മനോഹരമായിട്ടുള്ള നല്ല ചുമന്ന താമരപ്പൂ പോലെ ഇരിക്കുന്നു വസുദേവരുടെ ആ തൃക്കരങ്ങള്. അതിന്റെ മധ്യത്തില് കളഹംസ കിശോരം, അരയന്നക്കുട്ടി എന്ന പോലെ അങ്ങ് നന്നായിട്ട് ശോഭിച്ചു കേട്ടോ. അതായത് അരയന്നക്കുട്ടിക്ക് ചെറുതിലെ കറുത്ത നിറമായിരിക്കും അത്രേ. അപ്പൊ അങ്ങനെ വസുദേവര് തൻ്റെ ഇരു കൈകൾ കൊണ്ടും ഭഗവാനെ ധരിച്ചപ്പോ പത്മമധ്യത്തിൽ അതിസുന്ദരാകൃതിയായ ഒരു കളഹംസ ബാലൻ എന്ന പോലെ അത്യന്തം രമണീയമായിരുന്നു ഭഗവാന്റെ ആ ഒരു രൂപം എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ജാതാ തദാ പശുപസത്മനി നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. ഭഗവാന്റെ ആ മായയുടെ മഹിമയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്.
എപ്രകാരം ഭഗവാൻ ഇങ്ങനെ ഭഗവാനെ ധരിച്ചുകൊണ്ട് അതാ വസുദേവര് ഭഗവത് പ്രേരിതനായിട്ട് അമ്പാടിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടുവോ, തഥാ ആ ക്ഷണത്തില് പശുപസത്മനി ജാതാ യോഗനിദ്ര, പശുപഗൃഹത്തില് അതായത് അമ്പാടിയില് ജാതയായ യശോദയുടെ പുത്രിയായി ജനിച്ച യോഗമായ ഭഗവതി പൗരലോകം നിദ്രാവിമുദ്രിതമകൃത, പൗരലോകത്തെ അതായത് പുരവാസികളായ എല്ലാ പേരെയും ഉറക്കത്താൽ ചൈതന്യശൂന്യമാക്കി ബോധരഹിതരാക്കി തീർത്തു. യശോദയ്ക്ക് വളരെ കാലം കാത്തിരുന്നിട്ടാണ് ഇതാ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. എല്ലാ പുരവാസികളും ആ ഒരു നിമിഷത്തിലേക്ക് നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. രാത്രിയാണെങ്കിലും എങ്ങനെ ഭഗവാനെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് അവിടെ ജനിക്കുന്ന പെൺകുഞ്ഞിനെ എവിടേക്ക് കൊണ്ടുവരും ഭഗവാന്റെ കൽപ്പന പ്രകാരം എന്ന് ചിന്തിച്ച മാത്രയില് യോഗമായാദേവി അവിടെ യശോദയുടെ പുത്രിയായി അവതരിച്ച് എല്ലാ പേരെയും ഉറക്കിക്കളഞ്ഞു. ഇഹ ചിത്രം കിം, അതിലെന്താണ് ഇത്ര ആശ്ചര്യം ഭഗവാനെ? യത് ത്വത്പ്രേരണാത, ഇനി അങ്ങനെ ഉറക്കിക്കളഞ്ഞുവെങ്കിൽ അതിലെനിക്ക് ആശ്ചര്യം തോന്നുന്നില്ല. അതിനേക്കാളും ഒരു ആശ്ചര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഭഗവാന്റെ ആ പ്രേരണയാൽ സുഗാഠം സംഘടിതൈഹി, നന്നായിട്ട് മുറുകെ ബന്ധിച്ചിരുന്ന അചേതനേഹി ദ്വാരൈഹി അപി, അചേതനങ്ങളായ ദ്വാരങ്ങൾ അതായത് വാതിലുകൾ പോലും താഴിട്ട് പൂട്ടിയിരുന്നു. ആ വാതിലുകള് അവ പോലും സ്വയം വ്യഘടി, തനിയെ തുറക്കപ്പെടുകയുണ്ടായി. അചേതനങ്ങളായ ഈ വാതിലുകൾ പോലും തനിയെ തുറക്കപ്പെട്ടു എന്നുള്ളതല്ലേ അതിനേക്കാളും ആശ്ചര്യകരമായിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ മായ കൊണ്ട് യോഗമായാദേവി അവിടെ എല്ലാവരെയും ഉറക്കിക്കഴിഞ്ഞപ്പോ വസുദേവര് ഉറക്കുന്ന സമയം ഭഗവാൻ വസുദേവരുടെ കൈക്കുമ്പിളിനുള്ളിലാണ് ആ മനോഹരമൂർത്തി. ഭഗവാനെ എടുത്ത് വസുദേവര് മാറോട് ചേർത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശേഷേണ ഭൂരിപണവാരിത വാരിനാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഭഗവാനെ അഥ അനന്തരം ഭൂരിഭണവാരിത വാരിന, വസുദേവര് പുറത്തേക്ക് ഇറങ്ങുമ്പോഴെന്താണ്, വലിയ ആ പേമാരി കൊണ്ട് വെള്ളം അങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. യമുന കരകവിഞ്ഞൊഴുകുകയാണ്. എങ്ങനെ നടന്നു പോകും എന്നൊരു ശങ്ക ഉണ്ടായില്ല. വസുദേവര് പാദം എടുത്തു വെച്ചു. ആ ക്ഷണത്തില് അതാ ഭൂരിഭണങ്ങൾ, അസംഖ്യം ഭണങ്ങളെ കൊണ്ട് വാരിത, തടുക്കപ്പെട്ട, വാരിന, വാരിയോട് കൂടിയവൻ, മഴവെള്ളത്തോടു കൂടിയവൻ വഴി കാണിച്ചു കൊടുത്തു. യമുനാ നദി മാർഗമുണ്ടാക്കി. മാത്രമല്ല വസുദേവര് പോലും അറിയാണ്ട് വസുദേവരുടെ പിന്നാമ്പുറത്ത് വലിയൊരു കുട എങ്ങനെ പിടിച്ചു കൊടുത്തു ആദിശേഷൻ. ആദിശേഷന്റെ ഭണങ്ങളിൽ നിന്ന് എല്ലായിടത്തും പ്രസരിക്കുന്ന മനോഹരമായ ആ ഒരു പ്രകാശം കൊണ്ട് അവിടെയാകെ നിറഞ്ഞു. ഭണത്തിലെ രത്നം കൊണ്ട് മണിദീപിതേന ശേഷേണ, പ്രകാശം പരത്തി ചുറ്റുമുള്ള അന്ധകാരത്തെ എല്ലാം ദൂരീകരിക്കുന്നവനായ ആദിശേഷനാൽ സ്വൈരം പ്രദർശിത പദഃ, യഥേഷ്ടം പ്രദർശിതമായ പന്ഥാവോടുകൂടിയവനായി ആ വസുദേവര് ത്വാം ധാരയൻ, അങ്ങയെ ഹൃദയത്തിലേറ്റി ധരിച്ചു. ധന്യതമഃ സഹ ഖലു, അത്യന്തം ധന്യനായ ആ വസുദേവരാകട്ടെ പ്രതസ്തേ, പ്രസ്ഥാനം ചെയ്തു, പുറപ്പെട്ടു പോയി. എവിടേക്കാണ് പോയത്? അതാ അമ്പാടിയിലേക്ക് പോവുകയാണ്. ഹേ ഈശ, ആരാണ് ഈശൻ? കർത്തും അകർത്തും ശക്യ, ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും ഒക്കെ കഴിവുള്ളവനാണ് ഈശൻ, സർവസമർത്ഥൻ. അങ്ങനെയുള്ള സഹ
അയം ത്വം മമ രോഗവേഗാൻ നാശയ. സർവേശ്വര, അപ്രകാരമുള്ള അങ്ങ് എൻ്റെ രോഗവേഗങ്ങളെ, രോഗത്തിൻ്റെ വേഗശക്തിയെ നശിപ്പിക്കണമേ എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാടി സമർപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ എവിടെയാണ് അവതരിക്കുന്നത്? ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലാണ് അവതരിക്കുന്നത്. ഹൃദയത്തിൽ നാം കോട്ട കെട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ അഹങ്കാരം കൊണ്ട്. നമ്മുടെ എപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ, മനസ്സിലെ അഹങ്കാരം മാറും, ആ ക്ഷണത്തില് നമുക്ക് ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കും. നമ്മുടെ ആ ആത്മശക്തിയാണ് ഉണരേണ്ടത്. അപ്പോൾ ഭഗവാൻ നമ്മിൽ തന്നെയുണ്ട്. നമ്മിൽ തന്നെ പ്രകാശിക്കുന്ന പ്രകാശ സ്വരൂപനെ നമുക്ക് എപ്രകാരം അറിയുവാൻ സാധിക്കും? നമ്മുടെ അഹങ്കാരത്തെ മാറ്റുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും. നമ്മുടെ അഹങ്കാരം, മനസ്സ്, ബുദ്ധി, ജ്ഞാനം കൊണ്ട് എന്താണ് ഭഗവാൻ, ആരാണ് ഭഗവാൻ, ഭഗവാൻ എവിടെയാണ് വർത്തിക്കുന്നത് എന്ന് അറിയുവാൻ നമുക്ക് സത്സംഗങ്ങൾ അഭികാമ്യമാണ്. കർമ്മ ജ്ഞാന ഭക്തിയോഗം കൊണ്ട് നമുക്ക് ഈ കന്മതിൽ കെട്ടുകളെ ഭേദിക്കുവാൻ സാധിക്കും. അഹങ്കാരത്തെ നിർമാർജനം ചെയ്യുവാൻ സാധിക്കും. എപ്പോൾ അഹങ്കാരം മാറും, ആ ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ തെളിഞ്ഞു പ്രകാശിക്കുക തന്നെ ചെയ്യും. അതാണ് ശ്രീകൃഷ്ണാവതാരം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നാം നമ്മുടെ അഹങ്കാരം കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുന്നു. ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് നമുക്കത് അറിയുവാൻ സാധിക്കുന്നതേയില്ല. പക്ഷെ എപ്പോ നമ്മുടെ ചിത്തം ആർദ്രത ഉണ്ടാകുന്നു, ഭക്തി ഉണ്ടായി വരുന്നു, നമുക്ക് ജ്ഞാനമുണ്ടായി വരുന്നു, കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി വരുന്നു, അപ്പോ ഹൃദയസ്ഥിതനായ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കും. നിത്യനൂതനായിരിക്കുന്നു ഭഗവാൻ. അത് തന്നെയാണ് ശ്രീകൃഷ്ണാവതാരം. ഭഗവാൻ നമ്മിൽ ഓരോരുത്തരിലും ആ ഭഗവാന്റെ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ എളിയ വാക്കുകളിൽ ഭഗവാൻ സംപ്രീതനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ എളിയ വാക്കുകളെ ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. നമസ്തേ.